ഹലോ ഗായ്സ്, നമ്മൾ എക്സ്പ്രസ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാമോ? ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ സ്റ്റാർട്ടർ ബേസിൻ്റെ പണിയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തറ ഇടണം. അപ്പോൾ ഞാൻ ഈ വെട്ടി നിറച്ച് നമുക്ക് പേരുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വീടുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇത് മാറ്റിക്കട്ടെ. അതാ ഇതൊക്കെ നമുക്ക് വീടുണ്ടാക്കാൻ വേണ്ടത്. ഇത്ര സ്റ്റോൺ കണ്ടിട്ടാണ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് തറ ഇട്ടിട്ട് തുടങ്ങാം. തറ ഇട്ടിട്ട് ഇവിടെ ഒരു ഇത് നടുവല്ലല്ലോ, എന്തൊക്കെ കുഴപ്പമുണ്ട്. നമുക്ക് ഇവിടെ ഇടാം. 3 ഡോറ് വെക്കേണ്ടിരുന്നു. ഒന്ന് നടുവാവണില്ല, ഒറ്റ ഡോറ് വെക്കേണ്ടി വരും. പിന്നെ ഒറ്റ ഡോറ് നമുക്ക് ഒറ്റ ഡോറ് തന്നെ വെക്കാം. നമുക്ക് തറക്കല്ലുണ്ട് ചുറ്റുവട്ടം വെക്കാം. തറ ഇട്ടിട്ടാണ് നമ്മൾ പേരൊക്കെ തുടങ്ങേണ്ടത്. അല്ല, ആദ്യം വാർപ്പിട്ട് തുടങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക്. തറക്കല്ല് നമുക്ക് ഇങ്ങനെ ചുറ്റുവട്ടിട്ടോ. ഞങ്ങൾക്ക് ഇത് മൊത്തം ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇവിടെയും കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തറക്കല്ലിൻ്റെ പണി പൂർത്തിയാവാനായി. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു 3 വര ഉണ്ടാ. ആ 3 വര നമ്മൾ സ്റ്റെപ്പ് വരും മേലെ കയറാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് മേലെ കയറാൻ വേണ്ടി സ്റ്റെപ്പ് ഉണ്ടാക്കും. അതിനായി 3 വര വേണ്ട. ഇവിടെ നിന്നാണ്ട് സ്റ്റെപ്പ് ഉണ്ടാവും. ഇവിടെ നിന്നാണ്ട് ഒരു 4 ബ്ലോക്ക് ഹൈറ്റിൽ സ്റ്റെപ്പ് വരും. നമുക്ക് പെരപ്പടി മൊത്തം കഴിഞ്ഞിട്ട് കാണിക്കാം. മൊത്തം കാണിച്ചിട്ട് തരും. ഓക്കെ, ഇതും കൂടി വെച്ച് നമ്മൾ പെരൻ്റെ വീടിൻ്റെ പണി മൊത്തം കംപ്ലീറ്റ്. ബ്ലോക്ക് കഴിഞ്ഞ് സ്ലാബ് കഴിഞ്ഞ് ഞാൻ ഇത് ഫുള്ള് ഉണ്ടാവുമെന്ന്. നമുക്ക് ഇത്ര സ്ലാബ് ഉണ്ടാക്കി കൊണ്ടുവരണോ? സ്ലാബ് കഴിഞ്ഞ് നമുക്ക് സ്ലാബ് എടുത്തിട്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇവിടെ ഷീപ്പിനെ ഒന്ന് കൊടുന്നിട്ടേ. നമുക്ക് ബാക്കി ഷീപ്പിനും കൗവിനും പിഗിനൊക്കെ കൊടുന്നിടണം. ഞാൻ ക്രീപ്പറെ അയച്ചത് 3 സ്റ്റോണേ ബാക്കിയുള്ളൂ. ബാക്കി സ്റ്റോണൊക്കെ കഴിഞ്ഞ് ഈ പെട്ടിക്കത്തുണ്ടോ? ഈ പെട്ടിക്കട്ട് 5 എണ്ണം ഉണ്ട്. ഈ 5 എണ്ണം എടുത്തേക്കുക. ടോട്ടൽ 8 എണ്ണമായി. നമുക്കിനി സ്ലാബ് ഉണ്ടാക്കുക. 8 എണ്ണത്തിൽ 12 ഉണ്ടാക്കാൻ പറ്റും. ആ ഫുള്ള് ഉണ്ടാക്കിയേക്കാം. 12 എണ്ണം. ഓക്കെ, നമുക്ക് പോയി സ്ലാബ് അവിടെ വെക്കാം. അതോടെ നമ്മൾ പണി പൂർത്തിയായി. ഇവിടെ ഗ്യാപ്പ് കണ്ട അവിടെ നമ്മൾ ഗ്ലാസ് വെക്കും. നമുക്ക് ഇതും വെടിയും അവിടെയും വിടിയും കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ പണി മൊത്തം ഈ വീടിൻ്റെ പണി മൊത്തം കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മളെ വീടിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞത്. അതായത് ഞാൻ യൂട്യൂബിലൊക്കെ ഉണ്ടാക്കിയാണ്. യൂട്യൂബിൽ വേറെ, ഞാൻ ഉണ്ടാക്കിയത് വേറെ. കൊള്ളായിക്കണോ സംശയം. എന്തായാലും നമുക്ക് സ്റ്റാർട്ടർ ബേസ് അല്ല, ഇതിനെക്കാട്ടി അടിപൊളി ബേസും പിന്നെ ഉണ്ടാക്കും. സ്റ്റാർട്ടർ ബേസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിനി ഡോർ ഉണ്ടാക്കണം. എൻ്റെ അടുത്ത് ഇതിലുണ്ടാവും, പെട്ടിയിലുണ്ടാവും. ബ്രിച്ച് ലോക്കാണ് ഞാൻ എടുക്കണേ ഡോർ ഉണ്ടാക്കാൻ. പിന്നെ സാൻഡ് കൊടുത്തേക്കാം. സ്മെൽറ്റ് കിടന്നിട്ട് നമുക്ക് ഗ്ലാസ് വെക്കണം. നമുക്ക് ആദ്യം ഡോർ ഉണ്ടാക്കിയേക്കാം. ആദ്യം വുഡ് ആക്കണം. ഇതല്ല, വുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വുഡ് ആവശ്യമുണ്ട്. ആദ്യം ഈ വുഡ് എടുത്തിട്ട് സ്ലാബാക്കിയിട്ട് കരിക്കാടണം. സ്ലാബാക്കി കരിക്കാടൻ നല്ലതാണ്. അതുകൊണ്ട് വേണ്ട കഴിയൂല. സ്ലാബാക്കാം. നമുക്ക് എത്ര സ്ലാബാക്കാൻ പറ്റും എത്ര സ്ലാബാക്കാം. എൻ്റെ കുറേ ആസും പിക്കാസൊക്കെ പൊട്ടിപ്പോയി. പിന്നീട് ഉണ്ടാക്കും പൊട്ടും. അങ്ങനെ കുറേ കോബിൾസ്റ്റോൺ കഴിഞ്ഞത്. നമുക്കിനി ഇതിലും കരിക്കാടാം. സാൻഡ് വെച്ച് നമ്മൾ ഗ്ലാസ് ഉണ്ടാക്കാനാണ്. നമുക്ക് ആ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഗ്ലാസ് ഇടണം. അങ്ങനെ അത് കത്തിക്കാട്ടിട്ടുണ്ട്. നമുക്കിനി ഡോർ ഉണ്ടാക്കണം. ഒരു ബ്രിച്ച് ലോഗോ ഉണ്ടാവില്ല, ബ്രിച്ച് വുഡ് ഉണ്ടാക്കണം. ബ്രിച്ച് വുഡ് ഇതല്ല, ബ്രിച്ച്.
ഇത് കഴിഞ്ഞാൽ വില്ലേജിൽ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ ഓഫ് ക്യാമറ ചെയ്തുകൊണ്ട് അടുത്ത എപ്പിസോഡ് എന്തായാലും ബ്രീഡർ നോക്കാണ്. ക്യാരറ്റ് ഇപ്പോഴും ആവണില്ല. എനിക്ക് 40 പിന്നെ കിട്ടിയിട്ടുള്ളൂ. ഇവിടെയും ഡോറൊക്കെ, ഇവിടെ ഡോറൊക്കെ, നമ്മൾ വാൽക്കണിക്കും ഡോറൊക്കെ. നമ്മളെ ബെഡ്റൂമൊക്കെ നമുക്ക് ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഒട്ടിച്ചേക്കാം. ഞാൻ ഈ ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി അവിടെ ഓടിപ്പോയിട്ട് ഉണ്ടാക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇവിടുത്തേനാണ് വെച്ച്. അപ്പോൾ നമ്മൾ ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വട്ടം ക്രീപ്പർ പൊട്ടി ചത്തുകയാണ് ഞാൻ. തിരിഞ്ഞു പോയോന്ന്. നമുക്ക് ഇനി ഇവിടെ ഗ്ലാസ് വെക്കണം. ഇതൊരു ബാക്ക് സൈഡ് വെച്ചുതരാം. ബാക്ക് സൈഡിൽ ഇതേപോലത്തെ വലിയൊരു ഹോളുണ്ട്. ഹോളിലാണ് നമ്മൾ ഗ്ലാസ് വെക്കും. യൂട്യൂബിൽ വേറെ എന്തോ ഉണ്ടാക്കി, ഞാൻ എന്താ അത് നോക്കി ഉണ്ടാക്കി. പിന്നെ ഞാൻ എത്ര ദിവസം വീഡിയോ തന്നെ പനിയൊക്കെ ചെയ്യുന്നു, പനിയും ദോശയൊക്കെ ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോ ഉണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിനി പശുവിനാണ്ട് കൊണ്ടുപോയിടാം. ആ കൂട്ടിക്ക് ഒരാട് വയ്ക്കണ്. വാടാ എൻ്റെ പിന്നാലെ വാ. എന്താ മതി പെട്ടിമ കയറ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വിടാ. അതോ സോറിടാ, അറിയാതെ തട്ടിയടാ, കൈ മാറിപ്പോയടാ, സോറിടാ. എന്നാ ആപ്പിള്. പിന്നെ ഇത് പൂട്ടിയേക്കാം. ഒരു പിഗ് ആപ്പിൾ അയച്ചാൽ വരുമോ? വെയിറ്റും കാണിച്ചാൽ വരില്ല. പിഗ് എന്ത് കാണിച്ചാലേ വരിക? പിഗ് എന്ത് കാണിച്ചാലും വരിക. നമുക്ക് ഇനി ആടിനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആടോ ഷീപ്പോ? ആടും ഷീപ്പും ഒന്ന് തന്നെയുള്ള ശരി. കവും ഷീപ്പിനെ നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കണം. പിഗ് എന്ത് കാണിച്ചാൽ വരിക? മറന്നുപോയല്ലോ. ക്യാരറ്റാന്ന് തോന്നുന്നു. ക്യാരറ്റ് എടുത്തോ കേട്ടിട്ടോ. അത് പെട്ടി മാറിപ്പോയി. ക്യാരറ്റ് 42 ക്യാരറ്റ് ഉണ്ട്. പകുതി എടുക്കാം. വരുന്നുണ്ട്. വാ അങ്ങോട്ട് വാ. പിന്നാലോ വാ. അതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. വാ കൂട്ടുകാരൻ. എന്നാ ഇജ്ജ് തിന്നോ? ഒന്നുകൂടി കയറിയെന്ന്. എന്നാ അനക്കും കുട്ടീനൊക്കെ വേഗം. അവർ കണ്ടു കൊടുത്ത് നോക്കിയല്ലോ. കുട്ടീനെ നോക്കിയല്ലോ. വേണ്ടേ റെഡി ആവൂലല്ലേ? റെഡി ആവുന്ന്. സാരി മാറി നിൽക്കാം. നിങ്ങൾ ഉണ്ടാക്കിക്കോ. ഗ്ലാസ് ആയോ? 20 ഗ്ലാസ്. പിന്നെ ഇതിൽ ഗ്ലാസ് ഉണ്ട്. ഇതിൽ 22. ടോട്ടൽ 42 ഗ്ലാസ് ആയി. നമുക്ക് ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഇതിങ്ങനെ വെക്കുമ്പോൾ കുറേ ലോങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെ നമ്മൾ മൊത്തം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂമിൽ ബെഡൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മൾ ഡേ നോക്കി 18 ഡേ ആയിക്കണേ. ഇതിട്ടൊക്കെ കുറേ ടൈം എടുത്തിടോ. അയ്യോ കുറേ ടൈം എടുത്ത്. പിന്നെ ഇത് ക്രൈപ്പർ പൊട്ടിയതാണ്. ഞാൻ ഇവിടുത്തെ ഇങ്ങനെ നോക്കിക്കണം. ബാക്കിൽ നിന്ന് പൊട്ടി പോയിട്ട് ചത്തിരാടി. പിന്നെ നമുക്കിത് പോണ്ടാക്കി മാറ്റാം. പിന്നെ ഞാൻ ഒരു ഷീപ്പിന് കൊടുത്തിട്ട് പിന്നെ വേറെ ബ്രീഡ് ചെയ്ത് ഈ കൗവിന് ഇതുവരെ കപ്പിൾ കിട്ടിയിട്ടില്ല. സാരിടാ, എനിക്ക് വേണ്ടി ഞാൻ ഒരു കപ്പിൾ കൊടുന്നു തരുംടാ. ഇജ്ജ് പേടിക്കണ്ട. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പിളിനെ കൊടുന്നു തരും. എന്നാ ഇത് തിന്നോ. ഇവർക്ക് നിൻ്റെ അടുത്ത് അടി കൊടുക്കണേ. ഞാൻ അവനക്ക് മാത്രം കൊടുക്കുള്ളൂ, നിങ്ങൾക്ക് തരില്ല. നിങ്ങൾക്ക് നേരത്തെ തന്നേണേ. എന്നാ തിന്നിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.